ശ്രീ രാഹുൽ ഈശ്വർ, സ്വാഗതം. ഈ സനാതനധർമ്മമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തുടങ്ങി വെച്ചു അല്ലേ, അത് വേറൊരു വഴിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശിവഗിരിയിൽ എത്തി നിൽക്കുകയാണ്. ശിവഗിരിയിൽ സനാതനധർമ്മവും ചർച്ച ചെയ്തു, ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരണ്ട എന്നുള്ള അഭിപ്രായ പ്രകടനവും നടന്നു. അതിനെ ചൊല്ലി രാഷ്ട്രീയ വർത്തമാനവും ഒക്കെയായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ട ആവശ്യം ഉണ്ടോ? ആദ്യം തന്നെ സനാതനധർമ്മത്തിൻ്റെ ശക്തി, ഹിന്ദുമതമെന്നോ സനാതനധർമ്മമെന്നോ ആർഷഭാരത സംസ്കാരമെന്നോ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ധർമ്മത്തിൻ്റെ ശക്തി ഹെൽത്തി ഡിബേറ്റ്സ് ആണ്. നല്ല സംവാദങ്ങളിലൂടെ ഉരുത്തിരിയുന്ന പുതിയ നിലപാടുകളാണ്. അത് അനാരോഗ്യകരമായി പോകുന്നതിന് പകരം പോസിറ്റീവായി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 1995 ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതി മുമ്പുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്ന PB ഗജേന്ദ്ര ഗഡ്കറെ കോട്ട് ചെയ്ത് ബ്രഹ്മചാരി സിദ്ധേശ്വർ സായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ, അതിലാണ് ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ്. ഹിന്ദു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വേ ഓഫ് ലൈഫാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവനൊക്കെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് കേവലം ഒരു സങ്കുചിത മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളിലല്ല, നമുക്കൊരു പുസ്തകമല്ല, ഒരു സ്ഥാപകനല്ല, ഒരുപാട് വ്യത്യസ്ത ധാരകളുണ്ട്. ന്യായമുണ്ട്, വൈശേഷികമുണ്ട്, സാഖ്യമുണ്ട്, വിശിഷ്ടദ്വൈതമുണ്ട്, ദ്വൈതമുണ്ട്, മീമാംസയുണ്ട്, പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും ഉണ്ട്, ബൗദ്ധവും ജൈനവും ഉണ്ട്, ചാർവാകൻ വരെയുണ്ട്, വൈഷ്ണവരുണ്ട്, ശൈവരുണ്ട്, ശാക്തേയരുണ്ട്. ഇത് നമ്മുടെ ശക്തിയാണ്. ഇതൊരു മഴവിൽ അഴകുപോലെ ഒരുപാട് നിൽക്കുന്ന ഒരു ധർമ്മത്തിന് വലിയൊരു ബാനിയൻ ട്രീ, വലിയൊരു വടവൃക്ഷമാണ്. അതിൽ ഒരുപാട് ചില്ലകളുള്ളതുപോലെയുണ്ട്. അപ്പോൾ സനാതനധർമ്മമുണ്ട്. എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് സച്ചിദാനന്ദ സ്വാമികളെ പോലെ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തി അതിശക്തമായി മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തെള്ളിപ്പറഞ്ഞു. അതാരും പ്രതീക്ഷിച്ചില്ല, ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും പ്രതീക്ഷിച്ചില്ല. ആദ്യം സച്ചിദാനന്ദ സ്വാമികൾ തുടങ്ങി വെച്ചു. സച്ചിദാനന്ദ സ്വാമികൾ തുടങ്ങി വെച്ച ഡിബേറ്റ് ഈ ഷർട്ടിനെ കുറിച്ചായിരുന്നു. അത് തീർച്ചയായും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ സനാതനധർമ്മം എന്ന് പറയുന്നത് തെള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കുകയാണോ? അങ്ങനെയല്ല, ഗുരുവാണ് സനാതനധർമ്മം, ചട്ടമ്പി സ്വാമിയാണ് സനാതനധർമ്മം, വിവേകാനന്ദനും മഹാത്മാഗാന്ധിയുമാണ് സനാതനധർമ്മം. അപ്പൊ എന്തായി സനാതനധർമ്മം എന്ന് പറയും? സനാതനം എന്ന് പറയുന്ന എറ്റേണൽ, എല്ലാ കാലത്തും നിലനിൽക്കുന്ന കുറെ തത്വങ്ങൾ, ആദർശങ്ങൾ, നിലപാടുകൾ, നയങ്ങൾ, അത് ഒരു ധർമ്മമായി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടല്ലേ നമുക്ക് വേണ്ടത്? നമുക്ക് ചരിത്രത്തിൽ തെറ്റുകളില്ലേ? 100% ഉണ്ട്. ജാതീയത നമ്മുടെ തെറ്റായതുകൊണ്ടാണല്ലോ വിവേകാനന്ദ സ്വാമികൾ നിനക്കൊക്കെ ഭ്രാന്താണ്. കൃത്യം വിവേകാനന്ദ സ്വാമിയുടെ വാക്ക് സാറിന് ഓർമ്മ കാണും. യു പീപ്പിൾ ആർ ലുനാറ്റിക്സ്, യു മലബാറീസ്, കേരളൈറ്റ്സ് എന്ന് പറയുന്നത് മലബാർ എന്നാണല്ലോ, യു മലബാറീസ് ആർ ലുനാറ്റിക്സ് ആൻഡ് ദ പ്ലേസ് യു സ്റ്റേ ഈസ് എ ലുനാറ്റിക് അസൈലം. നിനക്കൊക്കെ വട്ടാണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് ഇത്ര രൂക്ഷമായി പറഞ്ഞത് നമ്മുടെ ഇടയിലെ തെറ്റുകളാണ്. അപ്പൊ ഈ സമുദായങ്ങൾ എന്നും കാണും. നായർ കാണും, ഈഴവ കാണും, നമ്പൂതിരി കാണും, പുലയ കാണും, അമ്പലവാസി കാണും, ആദിവാസി കാണും, ക്ഷത്രിയൻ കാണും. പക്ഷേ ഈ ജാതീയത എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലെ ഒരു തെറ്റായിരുന്നു. ഉച്ചനീചത്വങ്ങൾ ഒരു തെറ്റായിരുന്നു. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മളെ വിമർശിക്കുന്നത്. അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനെതിരെ പരിഷ്കരിച്ചു. ഇവരുടെ എല്ലാ രീതികളും മോഡസ് ഓപ്പറാൻഡി വ്യത്യാസമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു മന്ദമാരുതനെ പോലെ ഒരു വ്യക്തിയാണ്. ചട്ടമ്പി സ്വാമി ഒരു കൊടുങ്കാറ്റായിട്ട് വരുന്ന വ്യക്തിയാണ്. വിവേകാനന്ദൻ കുറെ കൂടി ഇന്റലക്ച്വൽ ഇതാണ്. അപ്പം അദ്വൈതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ, നമുക്ക് എല്ലാം അറിയാം. ഇന്നലെ പോലും സച്ചിദാനന്ദ സ്വാമികൾ അത് പറഞ്ഞു. പക്ഷേ അദ്ദേഹം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് 44 അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ 44 ഹിന്ദു ക്ഷേത്രങ്ങളാണ് പ്രതിഷ്ഠിച്ചത്. 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ശാരദാദേവി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം. അപ്പോൾ ഇതെല്ലാം നമ്മളെ പോലുള്ളവർക്കാണ്. അദ്ദേഹം എന്നാൽ അദ്വൈതിയുമാണ്. ഇതിൻ്റെ എല്ലാം സമന്വയവാദമാണ് സനാതനധർമ്മം. ഈ വ്യത്യസ്ത ധാരകളുണ്ട്. ഇപ്പോൾ സാറ് കൗതുകം, ഇപ്പോൾ നാട്ടുകാർക്ക് കേൾക്കുമ്പോൾ കൗതുകമായിരിക്കും, ഇന്ന് ഹിന്ദു ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആര്യ സമാജമൊക്കെയാണ്. അതായത് ഇപ്പൊ അമ്പലത്തിൽ കയറണമെങ്കിൽ ആര്യ സമാജത്തിന് സർട്ടിഫിക്കറ്റ് വേണം. ആര്യ സമാജക്കാർ അമ്പല വിശ്വാസത്തെ ഇല്ലാത്തവരാണ്. ആര്യ സമാജക്കാർ ഐഡൽ വർഷിപ്പോ അമ്പല വിശ്വാസവും ഇല്ലാത്തവരാണ്. നമ്മുടെ ചരിത്രത്തിലെ മനോഹരമായ വൈരുദ്ധ്യങ്ങളുമാണ്. ഇതെല്ലാത്തിനെയും ഒരു സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് സനാതനധർമ്മം. അത് നമ്മുടെ ദൗർബല്യമല്ല, നമ്മുടെ ശക്തിയാണ്. ആ ശക്തിയാണ് ഈ കാര്യങ്ങളിൽ ഹൈലൈറ്റ് ആയിട്ട്. പിന്നെ ഒരു വരി കൂടി, സച്ചിദാനന്ദ സ്വാമികൾ വളരെ ഒരു നിലപാട് പറഞ്ഞു, നമുക്ക് ഷർട്ട് ഊരിയിട്ട് കയറണോ വേണ്ടയോ എന്ന്. NSSന്റെ സുമാർ നായർ സാർ അതേപോലെ, രണ്ടും ഹിന്ദു സമൂഹത്തിന്റെ 2 കൈകളാണ് നായർ, ഈഴവ, അല്ലെങ്കിൽ പെരുന്നാ ശിവഗിരി, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ. ഇവരാണ് നമ്മളാക്കി നിർത്തിയത്. അതായത് ഇത്ര കൂടിയ ജാതീയതയുള്ളൊരു കാലത്ത് ഈ ഹിന്ദു ഭൂരിപക്ഷത്തെ അങ്ങനെ നിലനിർത്തുന്നതിൽ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുദേവനും ശുഭാനന്ദ ഗുരുദേവനും അടക്കമുള്ള ആൾക്കാരാണ്. ഞാൻ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആൾക്കാരുടെ പരിപാടിക്ക് പോയപ്പോൾ 100-110 വർഷം മുമ്പ് ഹിന്ദുമതം വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊരു ധർമ്മം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി മോശമാണെന്ന അർത്ഥത്തിലേ അല്ല, ക്രിസ്തുമതവും മഹത്തരമാണ്. പക്ഷേ ഒരു മതപരിവർത്തനവും നല്ലതല്ല. ദൈവം നമ്മളെ ഒരു സമുദായത്തിലും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ ജനിപ്പിച്ചു. ഇനി നമ്മളായിട്ട് അതിൻ്റെ പേര് തർക്കവും അടികൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. അപ്പോൾ ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഹിന്ദു എന്നോ ഭാരത സംസ്കാരമെന്നോ പറയുന്ന കാര്യം ഈ സംവാദങ്ങളിലൂടെ സമ്പന്നമാകുകയാണ്. അത് പോസിറ്റീവാണ്. എനിക്കത് സന്തോഷം തോന്നിയത് സച്ചിദാനന്ദ സ്വാമിയുടെ നിലപാട്, സുമാരനാർ സാറിൻ്റെ നിലപാട്, ഇന്നലെ വെള്ളാപ്പള്ളി സാറിൻ്റെ നിലപാട് പറഞ്ഞു. എനിക്ക് പച്ച മരുന്നും അങ്ങാടി മരുന്നും ഏതാന്ന് പോലും തിരിച്ചറിയില്ല, എന്നോട് സനാതനം ചോദിക്കണ്ട, ഞാനൊരു സാധാരണക്കാരനാണ്. ശരിക്കും അത് വളരെ പക്വതയുള്ളൊരു നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതായത് ഇതിനെ എങ്ങനെങ്കിലും നായർ ഈഴവ സംഘർഷമാക്കി വളർത്താൻ പല ആൾക്കാരും ശ്രമിച്ചു. അതായത് സുകുമാരൻ നായർ സാർ, എനിക്ക് ആരുടെയും പേര് പറയുന്നില്ല, സുകുമാരൻ നായർ സാറിൻ്റെ പ്രസ്ഥാനം വന്നപ്പോൾ സുകുമാരൻ നായർ, ശിവഗിരിക്കെതിരെ, NSS ഇവർക്കെതിരെ, അതായത് എങ്ങനെങ്കിലും ഇതിനെ ഒരു നായർ ഈഴവ സ്പ്ലിറ്റായിട്ട് വളർത്താൻ പല ആൾക്കാരും ശ്രമിച്ചെങ്കിലും അത് നമ്മുടെ ഇടയിലെ സ്പ്ലിറ്റ് ആയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇടയിലെ ഒരു ഹെൽത്തി ഡിബേറ്റ് ആയിട്ട് പോയി. അല്ല, ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറയുകയുണ്ടായി, ഹൈന്ദവരെല്ലാവരും കൂടി ഒന്നിക്കണം എന്ന് പറയുകയുണ്ടായി. ഈ ഒന്നിപ്പിൽ വൈവിധ്യമുണ്ട്. നമ്മുടെ ഇടയിലുള്ള വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടല്ല നമ്മൾ ഒന്നിക്കുന്നത്. അവിടെയാണ് നമുക്ക് നായരീഴവ ഐക്യം വേണം, നമ്പൂതിരി മുതൽ നായാടി വരെ ഐക്യം വേണം. വെള്ളാപ്പള്ളി സാർ പറയുണ്ടായി, നമ്പൂതിരി മുതൽ നായാടി മുതൽ നസ്രാണി വരെ ഐക്യം വേണം. ഇനി അതിൻ്റെ കൂടെ പണ്ട് ലീഡർ കരുണാകരൻ ചേർത്തതുപോലെ മുസ്ലിങ്ങളിലെയും മിതവാദികളെ കൂടെ ചേർക്കുന്ന ഒരു ഇക്വേഷനാണ് ഒരു സ്ഥലത്ത്. മറുവശത്ത് CPM ഒക്കെ ഉയർത്തുന്ന ഈ സോക്കോൾഡ് മതേതര, മതനിരാസം, മതം വിശ്വാസം വേണ്ട എന്നുള്ള ലൈൻ ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹിക പരിഷ്കർത്താവെന്ന് ചിലർ പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ, അതിപ്പം ആനയെ കണ്ടിട്ട് ആനയുടെ തുമ്പിക്കൈ നീളം ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരാവതാരമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ അവതാരമാണെന്നാണ് സാധാരണ ആൾക്കാർ. ശിവഗിരി പോകുമ്പം പ്രാർത്ഥനയോടെയാണ് നമ്മൾ പോകുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിന് സച്ചിദാനന്ദ സ്വാമികൾക്കൊപ്പം ആദരണീയനായ നമ്മുടെ സാദിഖ് അലി തങ്ങൾ, ക്ലിമിസ് തിരുമേനി ഇവരോടൊപ്പം എൻ്റെ ഓണം ശിവഗിരിയിലായിരുന്നു. അവരുടെ കേരളാവധിക്ക് വേണ്ടി കൗമുദി TV വേണ്ടി ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്തത്. അതൊരു വലിയ ഒക്കേഷനാണ്. ശിവഗിരിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വലിയ സ്പേസാണ് ശ്രീനാരായണ ഗുരുദേവൻ. എനിക്ക് കുറച്ച് ഈ തീവ്ര മതപരിവർത്തനവാദമുള്ള ക്രിസ്ത്യൻ സഭകളുടെ ഒരു പേര് പറയണം, ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഒരു പരിപാടിക്ക്, അതായത് നമ്മുടെ KP യോഹന്നാൻ്റെ ഒരു പരിപാടിക്ക് എന്നെ ഗസ്റ്റായി വിളിച്ചു. ഞാൻ വെറുതെ അവരുടെ പുസ്തകം എടുത്ത് നോക്കുകയായിരുന്നു. ഒരു പുസ്തകത്തിൽ അവർ ശ്രീനാരായണ ഗുരുദേവനെ കോട്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞാൽ ഈ മാർത്തോമാ സഭയിലെ മാർ തിയോഡിയസ് എപ്പിസ്കോപ്പ, അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റുള്ള ഗവേഷണ വിഷയം ശ്രീനാരായണ ഗുരുവാണ്. ലോക ഗുരുവാണ്. ഇനി അങ്ങേക്ക് അറിയായിരിക്കും, മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടേക്ക് എന്നെ ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിലെ ബുദ്ധർ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രസംഗം കേൾക്കുന്നതിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് എന്താ വേണ്ടതെന്ന് സ്വാമി വിവേകാനന്ദനോട് കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിക്കുന്നുണ്ട്. വിവേകാനന്ദൻ ഒരു ആലങ്കാരികമായ ഉത്തരം പറയുന്നുണ്ട്. അത് കറക്റ്റ് ഫിറ്റ് ആവുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെയാണ്. ഇന്ത്യക്ക് വേണ്ടത് ശങ്കരന്റെ ബുദ്ധിയും ബുദ്ധന്റെ ഹൃദയവും ഉള്ള ഒരാളെയാണ്. ശങ്കരാചാര്യരുടെ ബുദ്ധി വേണം, ജ്ഞാനം വേണം, അറിവ് വേണം, എന്നാൽ ബുദ്ധന്റെ കരുണയും അനുകമ്പയും വേണം. കറക്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ ഫിറ്റ് ചെയ്യുന്ന ഒരാൾ ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു ആയതിൽ, സനാതനധർമ്മ വിശ്വാസി ആയതിൽ, വിശ്വമാനവികനായതിൽ, ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെന്നാണ് മഹാത്മാഗാന്ധി പോലും പറയുന്നത്. മഹാത്മാഗാന്ധിക്ക് ജാതിയെക്കുറിച്ചുണ്ടായിരുന്ന 1-2 തെറ്റിദ്ധാരണകൾ മാറ്റുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. അതുകൊണ്ടാണ് മാവിൽ നോക്കിയിട്ട് എന്ത് ചവച്ചരച്ചാലും അതിൻ്റെ ആത്യന്തികമായ സത്യം ഒന്നാന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ എല്ലാവരുടെയാണ്. കുറച്ചുകൂടെ തിരിച്ചു പറഞ്ഞാൽ നമ്മളെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ്റെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരണം. മുഖ്യമന്ത്രിയുടെ ഒരു വിഷമം, അദ്ദേഹം ഈ സനാതനധർമ്മം മോശമാണെന്നുള്ളത് പഴയ പെരിയോർ രാമസ്വാമി നായ്ക്കറുടെ ലൈനാണ്. അതാണ് ഉദയനിധി സ്റ്റാലിനൊക്കെ എടുക്കുന്നത്. സനാതനധർമ്മം ഡെങ്കു മലേറിയ. അപ്പം അങ്ങേക്കറിയാം, ഞാനൊരു ഗാന്ധിയനാണ്, മതസൗഹാർദ്ദവാദിയാണ്. പക്ഷെ എല്ലാ ബഹുമാനത്തോടെയും ചോദിക്കട്ടെ, ഏതെങ്കിലും മറ്റൊരു മതത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ ആർക്കെങ്കിലും പറ്റൂ? അതായത് ഞാനത് പറയത്തോലുമില്ല. പക്ഷേ സനാതനധർമ്മം ഡെങ്കു മലേറിയ എയ്ഡ്സ് ആണ്, ഇത് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് തമിഴ്നാട്ടിലെ മന്ത്രിയായ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ഉദയനിധി സ്റ്റാലിൻ പറയുകയാണ്. സമാനമായൊരു പ്രയോഗം വേറെ ഏതെങ്കിലും മതത്തെക്കുറിച്ച് പറയാനോ ചിന്തിക്കാനോ കഴിയുമോ? നമ്മളത് ചെയ്യില്ല. അത് ചെയ്യാത്തതാണ് ഭാരതത്തിന്റെ മഹത്വം. പക്ഷേ ഹിന്ദുക്കൾ സോഫ്റ്റ് ടാർഗറ്റ് ആവരുത്. അതായത് ആർക്കും എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ലൈൻ, മഹാത്മാഗാന്ധിയുടെ ലൈൻ. മഹാത്മാഗാന്ധി പറയുന്നത് എന്താ? ഞാനൊരു സനാതന ഹിന്ദു ആണെന്നാണ്. ആ ലൈൻ എടുക്കണം. ഉദയനിധി സ്റ്റാലിൻ്റെ അമ്മ ദുർഗാമ്മ, അല്ലെങ്കിൽ സ്റ്റാലിൻജിയുടെ ഭാര്യ, അല്ലെങ്കിൽ തിരു സ്റ്റാലിൻ്റെ ഭാര്യ, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് 14 കിലോഗ്രാം സ്വർണ്ണം എന്തുകൊണ്ട് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചത്. അപ്പോൾ
ഇതിനെ ഒന്നും ഈ അപമാനിക്കുന്നതിന് ഈ അപമാനിച്ചു കഴിഞ്ഞാൽ ഒരു പുരോഗമന ഇമേജ് കിട്ടും. അതായത് ഹിന്ദുക്കളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ, സനാതന ധർമ്മവിശ്വാസത്തെ കുറ്റം പറഞ്ഞാൽ ഞാനൊരു പുരോഗമനവാദിയും ലിബറലാകും എന്ന ചിന്ത വെച്ചുകൊണ്ട് ചില ആൾക്കാർ ജീവിക്കുന്നത് അത് ശരിയല്ല. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തിരുത്തണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.